കുട്ടിച്ചാത്തന്റെ കഥ കേട്ടിട്ടുണ്ടോ? ശിവഭക്തനും ദേവപണ്ഡിതനുമായിരുന്ന കാളകാട്ട് നമ്പൂതിരി ഒരു സന്താനഭാഗ്യമില്ലാത്ത തിരുമേനിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കയറിയിറങ്ങാത്ത സ്ഥലമില്ലായിരുന്നു. ഒരിക്കൽ ശിവനും പാർവതിയും വള്ളുവന്റെയും വള്ളുവത്തിയുടെയും വേഷം ധരിച്ചു കാട്ടിലൂടെ കളിച്ചും ചിരിച്ചും വേട്ടയാടിയും നടന്നു. ഇതിനിടയിൽ പാർവതി ദേവി ഗർഭം ധരിച്ചു. കരിമ്പൂരാടവും കറുത്ത വാവും ഒന്നിച്ചു വന്ന് കർക്കടക മാസത്തിലെ 3-ാമത്തെ ദിവസം ദേവി പ്രസവിച്ചു. മനുഷ്യക്കുഞ്ഞായതുകൊണ്ട് കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കറുത്ത നിറത്തിൽ പിറന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് കാളകെട്ട് തിരുമേനിയുടെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ കുട്ടിയെ തിരുമേനിയുടെ വീട്ടുമുറ്റത്ത് പിറ്റേന്ന് എത്തിച്ചു. കുഞ്ഞിനെ കണ്ട് തിരുമേനിയുടെ ഭാര്യ 2 കൈ നീട്ടി കുഞ്ഞിനെ സ്വീകരിച്ചു. തിരുമേനിയോട് പറഞ്ഞു, കുഞ്ഞിനെ നമുക്ക് വളർത്താമെന്ന്. അവര് 2 കൈ നീട്ടി കുഞ്ഞിനെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി. പക്ഷേ വളർന്നു വരുന്തോറും കുഞ്ഞിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു. ഗുരുവിനെ അനുസരിച്ചില്ല. ശാസിച്ച ഗുരുവിനെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഇതറിഞ്ഞ തിരുമേനി അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുമാത്രമല്ല, അന്ന് തിരുമേനി അവനൊരു പേര് വിളിച്ചു, കുട്ടിച്ചാത്തൻ. പിന്നീട് കുട്ടിച്ചാത്തനെ കാളകളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്നാൽ കന്നുകാലികളെ നോക്കുക മാത്രമല്ല ചെയ്തത്, ഓരോ കന്നുകാലികളെയും കൊന്ന് അതിന്റെ ചോര കുടിക്കാൻ തുടങ്ങി. ഈ വിവരം തിരുമേനിയുടെ ഭാര്യ കണ്ടു. ഇതറിഞ്ഞ തിരുമേനി ചാത്തനെ ശിക്ഷിച്ചു. എന്നാൽ ചാത്തൻ ആ സമയം തന്നെ തിരുമേനിയുടെ ഭാര്യയ്ക്ക് നേരെ, അതായത് ചാത്തന്റെ അമ്മയ്ക്ക് നേരെ കല്ലെറിഞ്ഞു. ഇത് കണ്ട തിരുമേനി ചാത്തനെ വെട്ടിക്കൊന്നു, വെട്ടി കഷ്ണമാക്കി എന്ന് പറയാൻ. എന്നാൽ ചാത്തൻ ചത്തില്ല. ചാത്തൻ അപ്പൊ തന്നെ പുനർജനിച്ചു. ഇത് അറിഞ്ഞ തിരുമേനി കോപാലോപനായി ഒരുപാട് തന്ത്രികളെയും മന്ത്രവാദികളെയും ഹോമം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി. ചാത്തനെ വെട്ടി 390 കഷ്ണമാക്കി ഹോമകുണ്ടത്തിലിട്ട്. ഇതിൽ നിന്നും സംഭവിച്ചത് മറ്റൊന്നുമായിരുന്നു. അനേകം ചാത്തന്മാരുണ്ടായി. ഇല്ലം ചുട്ടുകരിച്ചു. ആ ഇല്ലം മാത്രമല്ല, നമ്പൂതിരി അടങ്ങിയ എല്ലാ ഇല്ലവും ചുട്ടുകരിച്ചു. അങ്ങനെ ജനം പെരുമലയന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. അങ്ങനെ ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടാൻ തുടങ്ങി. കുട്ടിച്ചാത്തൻ ദൈവമായി, ചാത്തൻ തെയ്യമായി ആശ്വാസവും അനുഗ്രഹവും നൽകി.